നമസ്കാരം. ഞാൻ ക്ഷേത്രം മേൽശാന്തി രാകേഷ് തിരുമേനി, ഗുരുവായൂരാണ് സ്വദേശം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലപ്പഴക്കം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. കരയും കടലും ഒരു കാലത്ത് ഈ നാട്ടിലെ കടൽ ഭാഗമായിരുന്നത്രേ. ഈ കടൽ നികന്നാണ് ഇവിടെ ഈ നാട്. ശംഖുനാഥപുരം എന്നായിരുന്നു ഈ പഴയ കാലത്ത് ചങ്ങനാശ്ശേരിയുടെ പേര്. കടൽ നികന്ന് വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര ചൈതന്യം ബൃഹത്തരമായിരിക്കുന്ന രൂപത്തിലാണ്. ഈ ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണു വിഗ്രഹമാണ് ഇവിടുത്തെ പ്രാധാന്യം. അതിൽ ദശാവതാരത്തിലെ 10 ദേവതകളുടെ 10 അവതാരമൂർത്തികളുടെ സംഗമ സങ്കേതമാണ് ഈ ക്ഷേത്ര ചൈതന്യം. ദിനം പ്രതി ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ചൈതന്യത്തിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കായി, പല കാര്യസാധ്യങ്ങൾക്കായി ഈ ക്ഷേത്രത്തിൽ ക്ഷിപ്രപ്രസാദമാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ലക്ഷണം. ഇവിടെ വന്ന് തൊഴുതാൽ തന്നെ അവരുടേതായിരിക്കുന്ന പകുതി അസുഖങ്ങൾ ഇവിടുന്ന് മാറിക്കിട്ടും. അതുമാത്രമല്ല, കാര്യസാധ്യത്തിന് ഇത്ര നല്ല ശക്തിയുള്ള ബന്ധമാണ് ഈ വിഷ്ണു ചൈതന്യത്തിൻ്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത. വ്യാഴാഴ്ച രാവിലെ മുതൽ ഇവിടെ ഭക്തജന പ്രവാഹമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ക്ഷേത്ര ചൈതന്യം മഹാക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കുന്ന, അതായത് എത്ര ശ്രേഷ്ഠപരമായിരിക്കുന്ന കലയോട് കൂടിയിട്ടാണ് ഈ ചൈതന്യം ഇവിടെ നിലകൊള്ളുന്നത് എന്ന് ഇതിൻ്റെ പൂജ കർമ്മങ്ങൾ നടത്തുന്ന മേൽശാന്തി എന്ന രൂപത്തിൽ എനിക്ക് ബോധിച്ചിട്ടാണ്. പ്രമുഖ താന്ത്രിക വിദഗ്ധരായിരിക്കുന്ന HS പ്രഭാകരൻ്റെ സരസ്വതി മഹാരാജ് അവർകളാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി. പീഠേശ്വരൻ ആയിരിക്കുന്ന മഹത്തരമായിരിക്കുന്ന ക്ഷേത്ര ചൈതന്യത്തെ ഈ എല്ലാ ദശകലകളെയും സംയോജിച്ചുകൊണ്ട് ഉള്ള ഒരു പൂജാവിധാനമാണ് ഇവിടുത്തെ പ്രധാനപരമായിട്ടുള്ള ദേവതകളുടെ ഒരു സംഗമ സങ്കേതമായിട്ടാണ് ഈ വിഷ്ണു ചൈതന്യത്തെ കാണുന്നത്. ഈ വിഷ്ണു ചൈതന്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 10 വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് സമതുല്യമായിട്ടാണ് ഇവിടുത്തെ ഈ ക്ഷേത്രമെന്ന് മുൻകാലത്ത് നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ പ്രത്യേകപരമായി ജ്യോതിഷികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭക്തർക്ക് ഇത്രയധികം ക്ഷിപ്രപ്രസാദമുള്ള ഒരു വിഷ്ണു ക്ഷേത്രം അടുത്ത കാലത്തൊന്നും ഗുരുവായൂരിലുള്ള എനിക്ക്, ഗുരുവായൂരെ പോലെ തന്നെ അത്രയും ബൃഹത്തരമായിരിക്കുന്ന ചൈതന്യമാണ്. ക്ഷേത്രം നാൾക്ക് നാൾ പുരോഗതിയുടെ വക്കിലാണ്. ക്ഷേത്രം ശിവേലിയോടുകൂടി, ചിറ്റമ്പലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നിത്യപൂജകളോടുകൂടി, നിത്യശിവേലിയോടുകൂടി, നിത്യ അന്നദാനത്തോടുകൂടി ബൃഹത്തരമാക്കാനാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും ക്ഷേത്രത്തിൻ്റെയും ഉള്ള ആളുകളുടെ ആഗ്രഹം. അതിനുള്ള പുരോഗമനപരമായ പാതയാണ്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നും ഭഗവാന്റെ അനുഗ്രഹം, താമരശ്ശേരി അപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്നും, താമരയിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലും ചിലവർ ഈ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. തീർച്ചയായും താമരശ്ശേരിയിലെ താമരക്കണ്ണൻ എന്ന് പറയുന്ന വാക്ക് അർത്ഥമാകുന്ന ഒരു വാക്ക് തന്നെയാണ്. എന്തായാലും താമരശ്ശേരി അപ്പൻ എന്ന് വിളിക്കുന്ന വിഷ്ണുവിൻ്റെ എല്ലാ ചൈതന്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്